Hello everyone, it's me Faiz from AIMS Nagpur. So നമ്മൾ വേവ്സ് എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഇവിടം വരെ എത്തി. യെസ്, നമ്മള് ഇക്വേഷൻ കണ്ടു. സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ കാട്ടി. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വരുന്നത് 2a sin kx. പിന്നെ നമ്മൾ നോഡും ആന്റിനോഡും പഠിച്ചു. എന്താണ് നോഡ്? പൊസിഷൻസ് ഓഫ് മിനിമം ആംപ്ലിറ്റ്യൂഡ്, ദാറ്റ് ഈസ് പൊസിഷൻസ് ഓഫ് സീറോ ആംപ്ലിറ്റ്യൂഡ്. ആന്റിനോഡ് ഈസ് പൊസിഷൻസ് ഓഫ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലെ. നോഡ് വരുന്നത് n λ/2 ആയിരുന്നു. ആന്റിനോഡ് വരുന്നത് 2n+1 λ/4 ഇൻ കേസ് ഓഫ് സ്റ്റാൻഡിങ് വേവ്. സ്റ്റാൻഡിങ് വേവ് ഇൻ എ സ്ട്രക്ചർഡ് സ്ട്രിങ് അല്ലെ. അതിൽ നമ്മൾ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓർ ഫസ്റ്റ് ഹാർമോണിക് കണ്ടു, v/12 ആണ് വരുന്നത്. ആൻഡ് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ, ദാറ്റ് ഈസ് സെക്കൻഡ് ഹാർമോണിക് ഓർ ഫസ്റ്റ് ഓവർടോൺ കണ്ടു, 2 times ഫസ്റ്റ് ഹാർമോണിക്. ദെൻ തേർഡ് ഹാർമോണിക് നമ്മൾ സെക്കൻഡ് ഓവർടോൺ കണ്ടു. ഓക്കെ, പിന്നെ സ്ട്രക്ചർഡ് സ്ട്രിങ് all harmonics are present അല്ലെ. ലൈക്ക് 1:2:3 റേഷ്യോ എല്ലാ ഹാർമോണിക്സും പ്രസന്റ് ആണ്. ഏതില്? സ്റ്റാൻഡിങ് വേവിന്റെ സ്ട്രക്ചർഡ് സ്ട്രിങ്. സ്റ്റാൻഡിങ് വേവ് ആണ് സ്ട്രക്ചർഡ് സ്ട്രിങ്. കറക്റ്റ് അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്ത നമ്മൾ കാണാനുള്ളത് എന്താണ്? ക്ലോസ്ഡ് പൈപ്പും ഓപ്പൺ പൈപ്പിലും. യെസ്, ക്ലോസ്ഡ് പൈപ്പിലും ഓപ്പൺ പൈപ്പിലും. ഇവിടെ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പിൽ വരുമ്പോൾ നമ്മൾ ഏതുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? സിമ്പിൾ, നമ്മൾ ഡീൽ ചെയ്യുന്നത് ആരുമായിട്ടാണ്? സൗണ്ട് വേവ്. സോ സൗണ്ട് വേവ് എങ്ങനെയാണ് സ്റ്റാൻഡിങ് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം കാണണം അല്ലേ. യെസ്, നമുക്ക് അതിലേക്ക് വരാം. സോ നമുക്ക് മനസ്സിലാവും എന്ത്. നമ്മൾ സ്റ്റാൻഡിങ് വേവിനെ സ്ട്രക്ചർഡ് സ്ട്രിങ് കണ്ടല്ലോ. യെസ്, നമ്മൾ കറന്റ് എന്താണ് നോക്കാൻ പോകുന്നത്? സ്റ്റാൻഡിങ് വേവ്സ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ്. സെപ്പറേറ്റ് എഴുതി നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. സോ എന്താണ് നമ്മൾ നോക്കുന്നത്? സ്റ്റാൻഡിങ് വേവ്സ്. സ്റ്റാൻഡിങ് വേവ്സ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ്. സ്റ്റാൻഡിങ് വേവ്സ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ്. സ്റ്റാൻഡിങ് വേവ്സ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ്. ഓക്കെ, ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ പിക്ചോറിക്കലി NCERT-യിലെല്ലാം ഗിവൺ ആണ് അല്ലെ. യെസ്, ക്ലോസ്ഡ് പൈപ്പ് പറയും. ക്ലോസ്ഡ് പൈപ്പ് 7th ഹാർമോണിക് 9. യെസ്, ക്ലോസ്ഡ് പൈപ്പിൽ ഇങ്ങനെയാണ് വരുന്നത്. നോക്ക്, ഇതാണ് ഫണ്ടമെന്റൽ ഓർ ഫസ്റ്റ് ഹാർമോണിക്. ഫണ്ടമെന്റൽ ഓർ ഫസ്റ്റ് ഹാർമോണിക്. ഓക്കെ, നമ്മൾ ഫണ്ടമെന്റൽ ഓർ ഫസ്റ്റ് ഹാർമോണിക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും ഇവിടെ എന്താണ് ഇടാ. ഇതെന്താണ്? പൊസിഷൻസ് ഓഫ് സീറോ ആംപ്ലിറ്റ്യൂഡ് അല്ലേ. സോ ഇതെന്താണ്? നമ്മള് നോഡ് അല്ലെ. ഇവിടെ എന്താണ്? ഇവിടെ രണ്ടിടത്തും എന്താണ് വരുന്നത്? ആന്റിനോഡ്. സോ ഒരു നോഡും ഒരു ആന്റിനോഡും തമ്മിലുള്ള സ്പേസ് എത്രയാണ്? നമുക്കറിയാം. നോഡ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ കണ്ടു എന്ത്? n × λ/2 അല്ലേ. നമ്മളിവിടെ കണ്ടു എന്ത്? നോഡിന്റെ പൊസിഷൻ വരുന്നത് n × λ/2 ആണ്. ആന്റിനോഡ് വരുന്നത് 2n+1 λ/4. സോ നോഡ് വരുന്നത് n λ നോഡ് വരുന്നത് അല്ലേ. ആന്റിനോഡ് വരുന്നതോ? ആന്റിനോഡ് വരുന്നത് 2n+1 λ/4 n is 2, 3. കറക്റ്റ്. വാല്യൂ നോക്കിക്കോ. നോഡിന്റെ പൊസിഷൻസ് നമുക്ക് നോക്കാം. 0 കൊടുക്കുകയാണെങ്കിൽ 0, ദെൻ പിന്നെ നമുക്ക് 1 λ/2, പിന്നെ നമുക്ക് എന്ത് കിട്ടും? ലാംഡ അല്ലെ. ഇത്ര എടുക്കാണ്. ആന്റിനോഡ് 0 കൊടുത്താൽ എന്ത് കിട്ടും? λ/4. 1 കൊടുത്താലോ? 3 λ/4. സോ ഒരു നോഡും ഒരു ആന്റിനോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? λ/4. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ one node and distance between node and next antinode is എത്രയാണ് വരുന്നത്? λ/4. ഇത് ക്ലിയർ അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോഡ് ആൻഡ് നെക്സ്റ്റ് ആന്റിനോഡ് ഈസ് λ/4. ഇവിടെ നോക്കിക്കോ, ഇവിടെ നോഡാണ് ഫോം ചെയ്തിരിക്കുന്നത്, ഇവിടെ ആന്റിനോഡ്. സോ ഒരു നോഡും ഒരു ആന്റിനോഡും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? λ/4. സോ ഈ പൈപ്പിന്റെ ലെങ്ത് എന്തിന് ഈക്വൽ ആണ്? λ1/4. അതിനാണ് 1 വെച്ചത്. ഫണ്ടമെന്റൽ ഓർ ഫസ്റ്റ് ഹാർമോണിക് വേവ് ലെങ്ത് അല്ലേ. സോ λ
1/4. നമുക്ക് സിമ്പിളി നമുക്ക് നോക്കുകയാണെങ്കിൽ നോക്കിക്കോ. സി എവിടെ, യെസ്, ഇവിടെയാണ് NCERT സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ഡിസ്കഷൻ നോക്കി. നമ്മൾ സ്ട്രക്ചർഡ് സ്ട്രിങ് പറഞ്ഞല്ലോ. സ്ട്രക്ചർഡ് സ്ട്രിങ് പറഞ്ഞു. സ്ട്രക്ചർഡ് സ്ട്രിങ് ഫണ്ടമെന്റൽ എല്ലാ ഹാർമോണിക്സും പ്രസന്റ് ആണ്. നമ്മൾ കണ്ടുവല്ലോ. ഇനി നമ്മള് ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഓസിലേഷൻ ഓഫ് എൻ എയർ കോളം വിത്ത് വൺ എൻഡ് ക്ലോസ്ഡ് ആൻഡ് അതർ ഓപ്പൺ. അതാണ് നമ്മളിപ്പോ കറന്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്നത്. വൺ എൻഡ് ക്ലോസ്ഡ് ആൻഡ് അതർ എൻഡ് ഓപ്പൺ. കണ്ട, വൺ എൻഡ് ക്ലോസ്ഡ് ആൻഡ് അതർ എൻഡ് ഓപ്പൺ. വൺ എൻഡ് ക്ലോസ്ഡ് ആൻഡ് അതർ എൻഡ് ഓപ്പൺ. എ ഗ്ലാസ് ട്യൂബ് പാർഷ്യലി ഫിൽഡ് വിത്ത് വാട്ടർ ഇല്ലസ്ട്രേറ്റ് ദി സിസ്റ്റം. കറക്റ്റ് അല്ലേ? അതായത് എൻഡ് ഇൻ കോൺടാക്ട് വിത്ത് വാട്ടർ ഈസ് എ നോഡ് വൈൽ ദ ഓപ്പൺ എൻഡ് ഈസ് എൻ ആന്റി നോഡ്. സിമ്പിൾ ആണ്. എന്താണ്? ഗ്ലാസ് ട്യൂബ് പാർഷ്യലി ഫിൽഡ് വിത്ത് വാട്ടർ. നമ്മളൊരു ഗ്ലാസ് ട്യൂബ് എടുക്കുക, അതിൽ പാർഷ്യലി എന്ത് ഫില്ല് ചെയ്യുക? പാർഷ്യലി നമ്മൾ എന്ത് ഫില്ല് ചെയ്യുന്നു? വാട്ടർ ഫില്ല് ചെയ്യുന്നു. സോ ഈ സർഫസ് എന്തായിട്ട് ആക്ട് ചെയ്യും? നോഡായിട്ട്. ഇതോ ആന്റി. ആക്ച്വലി ഈ ഫിക്സഡ് സർഫസ് ഉണ്ടല്ലോ, ഫിക്സഡ് സർഫസ് മീൻസ് റിജിഡ് സപ്പോർട്ട്, അവിടെ എപ്പോഴും നോഡ് ആയിരിക്കും. നോഡ് 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 നോഡ്. ഈ ഓപ്പൺ സർഫസ് എന്തായിരിക്കും? ആന്റി നോഡ് ആയിരിക്കും. എൻഡ് ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ ഈസ് എ നോഡ് വൈൽ ദ ഓപ്പൺ എൻഡ് ഈസ് എൻ ആന്റി നോഡ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. സോ നമ്മൾ കണ്ടു എന്തോ, നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് L ഈസ് ഈക്വൽ ടു n+1/2 ലാംഡ. സിമ്പിളി നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? നോഡ് ആന്റിനോട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇതല്ലോ. നോഡിന്റെ പൊസിഷൻ വരുന്നത് 2n /4 ടേംസിലാക്കിയത് അങ്ങനെ എഴുതിയത്. ആന്റിനോഡിന്റെ വരുന്നത് 2n+1 × λ/4. നമുക്ക് ലാംഡ വരുന്നത് n λ/2. ആന്റിനോഡിന്റെ പൊസിഷൻ എങ്ങനെ എഴുതേണ്ടി വരും? 2 1 × 2 അടിയിൽ 2 കൊടുക്കും. λ/2 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. 2n+1/2 - n. ഒരു കൺഫ്യൂഷൻ ഇതിലില്ലല്ലോ? ഇല്ല. സോ നമുക്ക് λ/2 എടുക്കാം. 2n+1 - 2n / 2. സോ 2n കട്ടെ 1/2. കറക്റ്റ് അല്ലേ? എന്താണ് വരുന്നത്? λ/4. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. എന്ത്? λ/4 ആണ് എന്ത് വരുന്നത്? ഡിസ്റ്റൻസ് വരുന്നത്. സോ ഇവിടെ λ1/4 എന്തിന് ഈക്വൽ ആയിരിക്കും? λ1/4 എന്തിന് ഈക്വൽ ആയിരിക്കും? കറക്റ്റ് അല്ലേ? യെസ്. നമുക്കിവിടെ ജനറലൈസ് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? L ഈസ് ഈക്വൽ ടു n × λ/2. L ഈസ് ഈക്വൽ ടു +1/2 × λ/2. For n is 0, 1, 2, 3 etc. only. നോക്കിക്കോ, നമ്മൾ n ന് 0 കൊടുക്കുമ്പോൾ L എന്താ വരുന്നത്? λ1/4. കറക്റ്റ് അല്ലേ? അത് തന്നെയാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത്? പ്രൂവ് ചെയ്തത്, കാണിച്ചു തന്നത്. ഓക്കെ. നമ്മൾ ജനറലി കൊടുക്കുമ്പോ പോസിബിൾ വേവ് ലെങ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും. λ ഈസ് ഈക്വൽ ടു, നമുക്കപ്പോ ഇതിന് വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ, പോസിബിൾ വേവ് ലെങ്ത് എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കേണ്ടി വരും? 12/2n + 1 അല്ലെ, 4l/2n+1 അങ്ങനെ എടുത്തൂടെ? യെസ്. അല്ലെങ്കിൽ n+1/2 തന്നെ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ എടുക്കുകയാണ്. പോസിബിൾ വേവ് ലെങ്ത് എന്താ വരുക? 12/n+1/2. പോസിബിൾ വേവ് ലെങ്ത് എന്താ വരുന്നത്? 12/n+1/2 അല്ലെ? പോസിബിൾ വേവ് ലെങ്ത് വരുന്നത് 2l/n+1/2 where n is 0, 1, 2, 3. And the normal modes in natural frequency. നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ. ഓക്കെ, ഇനി നോർമൽ മോഡ് അല്ലെ? നോർമൽ മോഡിലേക്ക് എങ്ങനെ വരാം? നമുക്ക് എന്ത് കിട്ടി? λ ഈസ് ഈക്വൽ ടു 12 പോസിബിൾ വേവ് ലെങ്ത് എന്താണെന്ന് കിട്ടി? λ ഈസ് ഈക്വൽ ടു 2l/n+1/2. നമുക്കറിയാം v ഈസ് ഈക്വൽ ടു f × ഇനി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ഫണ്ടമെന്റൽ മോഡിലേക്ക് നമ്മൾ വരണമെങ്കിൽ എങ്ങനെ ചെയ്യണം? ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? v/λ. സോ v/λ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? v × n+1/2 /12. കറക്റ്റ് അല്ലേ? അങ്ങനെ ഇക്വേഷൻ കിട്ടില്ല നമുക്ക്. n+1/2 × v/2. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് ആർ പോസിബിൾ ഫ്രീക്വൻസീസ് ആർ ഈക്വൽ ടു n+1/2 × v/12. പോസിബിൾ ഫ്രീക്വൻസീസ് എന്താണ്? n+1/2 × v/12. കറക്റ്റ് കിട്ടിയില്ലേ? ഇവിടെ കിട്ടിയില്ലേ? പറഞ്ഞ 0, 1, 2, 3. And the fundamental frequency correspond to n is equal to 0 is v/4l. Higher frequencies are odd harmonic.
ഇവിടെ നമുക്ക് വൺ എൻഡ് ക്ലോസ്ഡ് വൺ എൻഡ് ഓപ്പൺ പൈപ്പിൽ എന്താ വെറും നമുക്ക് ഓഡ് ഹാർമോണിക്സ് മാത്രമേ കിട്ടൂ. അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഓരോന്നിന് വാല്യൂ കൊടുക്ക്. നമുക്കറിയാം n വരുന്നത് 0, 1, 2, 3 കറക്റ്റ്, ഇങ്ങനെ എക്സെട്ര. സോ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഫസ്റ്റ് ഹാർമോണിക് വരും V/4L, കറക്റ്റ് അല്ലേ? അടുത്ത തേർഡ് ഹാർമോണിക്കേ പോസിബിൾ ആവുള്ളൂ. തേർഡ് ഹാർമോണിക്ക് മാത്രമേ എന്താവൂ പോസിബിൾ ആവും. തേർഡ് ഹാർമോണിക്ക് മാത്രമേ പോസിബിൾ ആവൂ. ദ ഹയർ ഫ്രീക്വൻസീസ് ഓഫ് അല്ലേ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി സിമ്പിൾ ഓഡ് മൾട്ടിപ്പിൾസ് മാത്രമേ ഇവിടെ എന്താ പറ്റുന്നുള്ളൂ പോസിബിൾ ആവത്തുള്ളൂ. കറക്റ്റ് അല്ലേ? യെസ്, 3/V/4L. V/4L ഒന്നാമത്തെ കിട്ടി. നമുക്ക് അടുത്ത 1 കൊടുത്താൽ 1 + 1/2. യെസ്, നമ്മൾ 0 അടുത്ത n നമുക്ക് കൊടുക്കുക. ഇത് n എന്ത് കൊടുത്തപ്പോ n-ന് 0 കൊടുത്തപ്പോ അടുത്ത n-ന് 1 കൊടുക്കുക. സോ നമുക്ക് ഒന്ന് കിട്ടി V/4L × 3. കറക്റ്റ് അല്ലേ? കാരണം 1 + 1/2 3/2 ഇൻറ്റു കറക്റ്റ്. അടുത്ത n-ന് നമ്മൾ 2 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? V/4L × 5. സിമ്പിൾ. കണ്ട, ഓഡ് ഹാർമോണിക്സ് മാത്രമേ പോസിബിൾ ആവുന്നുള്ളൂ. ഓഡ് ഹാർമോണിക്സ് പോസിബിൾ ആയി വരുന്നു അല്ലേ? യെസ്, ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഈ കേസിൽ എന്തുള്ളൂ പോസിബിൾ ഉള്ളൂ. നമുക്ക് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി നോക്കണ്ട. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയിലെ വരുന്നത് V/4L 3 times V/4L. സോ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ എടുക്കാതെ നമുക്ക് എന്ത് കിട്ടും? വി ക്യാൻ സേ ദാറ്റ് 1:3:5. 1:3:5. കറക്റ്റ് അല്ലേ? 1:3:5. ഓക്കെ. സോ നമുക്ക് നമ്മളെങ്ങനെ പറയേണ്ടി വരും? ഫസ്റ്റ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, ഫിഫ്ത്ത് ഹാർമോണിക്, സെവൻത്ത് അല്ലേ? അങ്ങനെ ഫസ്റ്റ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, ഫിഫ്ത്ത് ഹാർമോണിക്. ഓക്കെ. യെസ്. സോ വൺ എൻഡ് ക്ലോസ്ഡ്, വൺ എൻഡ് ഓപ്പൺ പൈപ്പ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടല്ലോ. നമുക്ക് അതും F1 = F2 = F3 അല്ലെ? ഇതെന്തായിരുന്നു? F1 ആയിരുന്നു. F2, ഇത് F3. കറക്റ്റ് അല്ലേ? യെസ്. ഈ 1, 2, 3 ആക്ച്വലി മോഡ് ഓഫ് വൈബ്രേഷൻ ആണ് പറയുന്നത്. യെസ്. സോ ഇതുണ്ടല്ലോ, ഇത് നമുക്ക് 3 × F1 എഴുതി കൂടെ? നമുക്ക് 5 × F1 എഴുതി കൂടെ? എഴുതാം. ഈ F2 അതായത് 3 × F1 ആക്ച്വലി എന്താണ്? തേർഡ് ഹാർമോണിക് ആണ്. തേർഡ് ഹാർമോണിക് തേർഡ് ആണ്. ഫസ്റ്റ് ഓവർടോൺ. തേർഡ് ഹാർമോണിക് ഫസ്റ്റ് ഓവർടോൺ. ഇതോ F1 ദാറ്റ് ഈസ് V/4L എന്താണ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓർ എന്ത് പറയാ നമുക്ക്? ഫസ്റ്റ് ഹാർമോണിക്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓർ ഫസ്റ്റ് ഹാർമോണിക്. ഇനി ഇതോ F3 ദാറ്റ് ഈസ് 5/F1 എന്ത് പറയാം നമുക്ക്? ഫിഫ്ത്ത് ഹാർമോണിക് ഓർ സെക്കൻഡ് ഓവർടോൺ. ഫിഫ്ത്ത് ഹാർമോണിക് ഓർ സെക്കൻഡ് ഓവർടോൺ. ഓക്കെ. സോ നമുക്കൊരു കാര്യം ഇവിടെ ജനറലൈസ് ചെയ്ത് പറയാം. എന്ത് പറയാം നമുക്ക്? ഫോർ എ ക്ലോസ്ഡ് പൈപ്പ് only odd harmonics are present. Correct അല്ലേ? For a closed pipe only odd harmonics are present. ഇതിൽ നമ്മൾ റേഷ്യോ കിട്ടിയില്ലേ? യെസ്. പക്ഷേ സ്ട്രക്ചർഡ് സ്ട്രിങ്ങിലോ എല്ലാ ഹാർമോണിക്കും പ്രസന്റ് ആയിരുന്നു. ഓക്കെ. യെസ്. അടുത്ത നമ്മൾ കാണാനുള്ളത് എന്താണ്? സ്റ്റാൻഡിങ് വേവ്സ് ഇൻ എ ഓപ്പൺ പൈപ്പ്. രണ്ട് എൻഡ് ഓപ്പൺ. സ്റ്റാൻഡിങ് വേവ്സ് ഇൻ എൻ ഓപ്പൺ പൈപ്പ്. ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും എന്താണ്? ഓപ്പൺ ആണ്. സ്റ്റാൻഡിങ് വേവ്സിന് ഓപ്പൺ പൈപ്പ്, രണ്ട് സൈഡ് ഓപ്പൺ ആണ്. നമുക്കറിയാം ഓപ്പൺ സൈഡിൽ എന്തായിരിക്കണം ഫോം ചെയ്യേണ്ടത്? ആന്റി ഇൻവേർട്ട്. സോ അത് വെരി വെൽ കണ്ട. നോക്ക്, ഇതാണ് ഓപ്പൺ പൈപ്പ്. സ്റ്റാൻഡിങ് വേവ്സ് ഇൻ എ ഓപ്പൺ പൈപ്പ്. സ്റ്റാൻഡിങ് വേവ്സ് ഇൻ ഓപ്പൺ പൈപ്പ്. ഓക്കെ, നോക്ക്, കണ്ട, രണ്ട് എൻഡും ഓപ്പൺ ആണ്. സോ ഓപ്പൺ എൻഡിൽ എന്ത് ഫോം ചെയ്യണം? ആന്റിനോഡ്.
നടുക്ക് എന്ത് ഫോം ചെയ്യും? നോഡ്. സോ നമ്മള് ഓപ്പൺ യെസ്. സോ അത് നമ്മൾ കണ്ടാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ആക്ച്വലി പൈപ്പ് ലെങ്ത് L ആണെങ്കിൽ രണ്ട് ആന്റിനോഡ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരുന്നു? λ/2 തന്നെയായിരുന്നല്ലോ. സോ ലെങ്ത് ഓഫ് നമുക്ക് λ/2 തന്നെ എടുക്കാം അല്ലെ. ലെങ്ത് ഓഫ് പൈപ്പ് ഈക്വൽ ടു ലെങ്ത് ഓഫ് പൈപ്പ് L is equal to λ1/2 എന്ന് എടുക്കാം. λ equal to 2 is equal to λ. So F1 is equal to V up to this frequency is called fundamental frequency. This frequency is called fundamental frequency or first harmonic. ഞാൻ ഈ ലെങ്ത്തും വേവ് ലെങ്ത്തും കമ്പയർ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ സ്ട്രക്ചർ സ്ട്രിംഗ് ചെയ്തു. ഇവിടെ ഞാൻ വേണമെങ്കിൽ ഇവിടെ തേർഡ് ഹാർമോണിക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. തേർഡ് ഹാർമോണിക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്ക്, ഇതെന്താണ്? ഇതൊരു ആന്റിനോഡ്, ഇതോ സോറി ഇത് നോഡ് അല്ലെ, ഇത് നോഡ്, ഇതും നോഡ്, ഇത് ആന്റിനോഡ്. സോ ഒരു നോഡും തമ്മിൽ എത്ര ഉണ്ടാവും ഡിസ്റ്റൻസ്? λ/2. ഇനി ഒരു നോഡും ഒരു ആന്റിനോഡും λ/4. സോ ടോട്ടലി എത്ര ഉണ്ടാവും? 4 6 അല്ലെ. 6 λ divided by 8, that is 3 λ/4. So 3 λ/4 is equal to L, correct അല്ലേ? 3 λ/4 is equal to L, λ2 കാരണം രണ്ടാമത്തെ അല്ലേ. 3 λ2/4 is equal to L. So λ2 is 4L/3. 4L/3. So V2, sorry, yes, F2 is equal to 3 into V/4L വരും അല്ലെ. V/4L. ദാറ്റ് ഈസ് ഇതെന്താണ്? F1 ആണ്. സോ 3 times F1. അതുകൊണ്ടാണ് തേർഡ് ഹാർമോണിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ എന്നറിയപ്പെടുന്നത്, രണ്ടാമത്തെ മോഡ് ഓഫ് വൈബ്രേഷൻ. സിമ്പിൾ അല്ലേ? എല്ലാത്തിനും രണ്ടിടും ഓപ്പൺ ആയ കേസിൽ നോക്കിക്കോ. രണ്ടാമത്തെ കേസ് സെക്കൻഡ് ഹാർമോണിക്. ഇതിലും ഈ രണ്ടിനും ഓപ്പൺ ആയ പൈപ്പും സ്ട്രെച്ചഡ് സ്ട്രിങ്ങും സെയിം ഇതാണ്, സെയിം പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കോ. കാരണം ഇവിടെ നോക്കിക്കോ എത്രയാണ്? ഒരു ആന്റിനോഡ്, ഒരു നോഡ്. അപ്പൊ ഇത് λ/2, ഇത് λ/4, λ/4. ടോട്ടലി എത്ര? λ/2 പ്ലസ് λ/2 λ ഓൺലി. സോ λ2 is equal to L. So F2 is equal to how much വരും? V/L. That is V/L means 2 times V/12. 2 times V/12. 2 times V/12 അല്ലേ. സോ നമുക്ക് F2 എന്തെന്ന് കിട്ടി? F2 is actually equal to 2 times V/12. 2 times V/12, that is 2 times F1. So this is known as second harmonic. This is known as second harmonic or first. വളരെ സിമിലർ ആണ്. എന്തിന്? നമ്മൾ സ്ട്രക്ചറൽ സ്ട്രിംഗിൽ കണ്ട പോലെ. സ്ട്രക്ചറൽ സ്ട്രിംഗിൽ സ്റ്റാൻഡിംഗ് വേവും രണ്ട് എൻഡും ഓപ്പൺ ആയ പൈപ്പിൽ സ്റ്റാൻഡിംഗ് വേവും സിമിലർ ആണ്. ഫസ്റ്റ് സെക്കൻഡ് ഹാർമോണിക് ഓർ ഫസ്റ്റ് ഓവർ ടോൺ. കിട്ടിയല്ലോ. യെസ്. നമുക്ക് തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്കിയാൽ നമുക്ക് സിംപ്ലി കാണാൻ പറ്റും. F3 is equal to 3 into V/2 തന്നെയാണ് വരാൻ പോകുന്നത്. And this is known as third harmonic or second overtone. Third harmonic or second overtone. So നമുക്ക് എന്ത് പറയാം? ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് എത്താലോ. നമുക്ക് എന്ത് പറയാം? Thus for an open pipe, all harmonics are present. Thus for an open pipe, all harmonics are present. For a closed pipe, only odd harmonics are present, and for a structured string, all harmonics are present. Okay, clear അല്ലേ? Yes, clear ആണ്. അടുത്ത് നമ്മൾ കാണാനുള്ളത് ഡോപ്ലർ ഇഫക്റ്റ് ആണ്. എന്താണ് അടുത്ത് കാണാനുള്ളത്? ഡോപ്ലർ ഇഫക്റ്റ്. ഓക്കെ, ഡോപ്ലർ ഇഫക്റ്റ്. നമുക്ക് അടുത്ത ഡോപ്ലർ ഇഫക്റ്റിലേക്ക് വരാം. ഡോപ്ലർ ഇഫക്റ്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. സിമ്പിൾ മീൻസ് വെരി സിമ്പിൾ. ദറ്റ് മീൻസ് ഒറ്റ ഇക്വേഷൻ കൊണ്ട് നമുക്ക് ഡോപ്ലർ ഇഫക്റ്റിന്റെ എല്ലാ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. നമ്മൾ അടുത്ത കാണാൻ പോകുന്നത്, അടുത്തത് ഡിസ്കസ് ചെയ്യാം ഡോപ്ലർ ഇഫക്റ്റ്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഡോപ്ലർ ഇഫക്റ്റ്. സിമ്പിളി നമ്മൾ വെറും എക്സാം പോയിന്റ് ഓഫ് വ്യൂ മീൻസ് അധികം പറയുന്നില്ല. നമുക്ക് ഇതിൽ വരുന്ന എല്ലാ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും.
സോ ഡോപ്ലർ ഇഫക്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? യെസ്, എവിടെ ഡോപ്ലർ ഇഫക്റ്റ് എവിടെ? യെസ്, നമ്മൾ ഇത് നോക്കുക. യെസ്, എഫ് ഇസ് ഈക്വൽ ഒബ്സർവ് into frequency of. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഇല്ലല്ലോ. ഇവിടെ VO എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ഒബ്സർവർ. VSO വെലോസിറ്റി ഓഫ് സ്റ്റേഷനർ. വെയിറ്റ്, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് അതിന് ഒന്നാമത്തെ കേസ് നോക്കാം. ഒന്നാമത്തെ കേസ് എന്താ? ഒന്നാമത്തെ കേസ് സോഴ്സ് മൂവിങ് ഒബ്സർവർ സ്റ്റേഷനറി. സോഴ്സ് മൂവിങ് ഒബ്സർവർ സ്റ്റേഷനറി. ഒബ്സർവർ സ്പീഡ് ഇസ് സോഴ്സ് സ്പീഡ്. യെസ്, ഒബ്സർവർ സ്പീഡ് ഇവിടെ. യെസ്, ഇവിടെ VO എന്ന് പറയുന്നത് എന്തിന്റെ സ്പീഡാണ്? ഒബ്സർവറിന്റെ സ്പീഡാണ്. ഒബ്സർവറിന്റെ സ്പീഡാണ് VO. VS എന്താണ്? സോഴ്സിന്റെ സ്പീഡാണ്. സോഴ്സ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതാണ് സോഴ്സ് സ്പീഡാണ് എന്ത്? VS. VO എന്താണ്? ഒബ്സർവർ സ്പീഡ്. VS എന്താണ്? സോഴ്സ് സ്പീഡ്. ഇക്വേഷൻ F is equal to V plus or minus VO divided by V plus or minus VS into F0. കറക്റ്റ് അല്ലേ? യെസ്. സോ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കി. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. സോഴ്സ് സ്റ്റേഷനറി. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? സോഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്. സോഴ്സ് മൂവിങ് ഒബ്സർവർ സ്റ്റേഷനറി. ഒന്നാമത്തെ കണ്ടീഷൻ. സിമ്പിൾ നമുക്ക് നോക്കി ഇക്വേഷൻ കൊടുക്കാം. നമ്മൾ ഇക്വേഷൻ ആദ്യം എഴുതാം. ഇക്വേഷൻ കാണാൻ പഠിക്കുക. F is equal to V plus or minus മുകളിൽ വരെ VO ആണ്. V plus or minus VS into F0. കറക്റ്റ് അല്ലേ? ഇനി സോഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്. സോ VS ഉണ്ട്. ഒബ്സർവർ സ്റ്റേഷനറി ആണ്. സോ VO 0. നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? F is equal to V divided by. ഇനി പ്ലസ് വെക്കണോ മൈനസ് വെക്കണോ? നോക്കിക്കോ. സോഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്. ഒബ്സർവർ സ്റ്റേഷനറി ആണ്. സോ V plus or minus VS into F0. നോക്കിക്കോ, ആ ഇക്വേഷനിലെ NCERT-യിലും പറഞ്ഞിരിക്കുന്നത്. യെസ്, കറക്റ്റ് അല്ലേ? In terms of the frequency that would be measured if the source and observer were. Okay, yes. Okay, ഇവിടെ F0 എന്നാണ് എന്താ ഉദ്ദേശിക്കുന്നത്? F0 ആണ് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് നോക്കിക്കോ. സപ്പോസ് ഇവിടെ ആരുണ്ട്? ഇവിടെ നമ്മള് ഒബ്സർവർ ഉണ്ട്. ഇവിടെ ആരുണ്ട്? സോഴ്സ് ഉണ്ട്. ഇതാണ് നമ്മൾ ഒബ്സർവർ, ഇതാണ് നമ്മൾ സോഴ്സ്. സോ ഇങ്ങനെ സൗണ്ട് വരികയാണ്. രണ്ടാളും സ്റ്റേഷനറി ആണെങ്കിൽ ഒബ്സർവർ കേൾക്കുന്ന ഫ്രീക്വൻസിയാണ് എന്ത്? F0. രണ്ടാളും സ്റ്റേഷനറി ആണെങ്കിൽ ഒബ്സർവർ കേൾക്കുന്ന ഫ്രീക്വൻസിയാണ് F0. So F0 is what? F0 is that would be measured if the source and observer were stationary. Correct അല്ലേ? യെസ്. രണ്ടാളും സ്റ്റേഷനറി ആംഗിലുള്ള ഫ്രീക്വൻസി ആണ് എന്ത്? F0. രണ്ടാളും ഫ്രീക്വൻസി രണ്ടാളും സ്റ്റേഷനറി ആണെങ്കിൽ, ഇഫ് ബോത്ത് ആർ സ്റ്റേഷനറി, ഒബ്സർവറിന് പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസിയാണ് എന്ത്? F0. രണ്ടാളും സ്റ്റേഷനറി ആണെങ്കിൽ. നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഇപ്പൊ ഇതാണ് F0. VO എന്താണ്? വെലോസിറ്റി ഓഫ് ഒബ്സർവർ. ഒബ്സർവറിന്റെ സ്പീഡ്. VS എന്താണ്? സോഴ്സിന്റെ സ്പീഡ്. ഒന്നാമത്തെ കണ്ടീഷന് സോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സോഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്. ബട്ട് ഒബ്സർവർ എന്താണ്? സ്റ്റേഷനറി ആണ്. രണ്ട് കണ്ടീഷൻ ഉണ്ട് അല്ലേ? ആ രണ്ട് കണ്ടീഷൻ പറയാൻ പറ്റും. സോഴ്സ് മൂവ് ചെയ്യുന്നു, ഒബ്സർവർ സ്റ്റേഷനറി. അതായത് സോഴ്സ്, ഇതാണ് സോഴ്സ് എന്ന് വിചാരിച്ചോ, ഇതാണ് ഒബ്സർവർ. സോഴ്സ് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം അല്ലെ? ഇതാണ് ഒബ്സർവർ, ഇതാണ് സോഴ്സ് മൂവ്. സോഴ്സ് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോയത്. ഒന്നാമത്തെ കണ്ടീഷനിൽ സോഴ്സ് എന്ത് ചെയ്യാം? ഒബ്സർവറിന്റെ അടുത്തോട്ടേക്ക് വരാം. രണ്ടാമത്തെ കണ്ടീഷനിൽ സോഴ്സ് എന്ത് ചെയ്യാം? ഒബ്സർവറിന് അകന്നു പോകാം അല്ലെ? ഈ കേസിൽ നമ്മൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ ഫ്രീക്വൻസി പെർസീവ്ഡ് ബൈ ഒബ്സർവർ ദാറ്റ് ഈസ് F V ഡിവൈഡഡ് ബൈ V പ്ലസ് ഓർ മൈനസ്. പ്ലസ് വെക്കണോ മൈനസ് വെക്കണോ? സോഴ്സ് അടുത്ത് വരാണ്. സോ ഒബ്വിയസ്ലി ഫ്രീക്വൻസി ഇങ്ങനെ ജസ്റ്റ് ഈ ഫോർമുലയുടെ യൂസിന് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഓർമ്മിക്കുക. സൗണ്ട് കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടും. സോ ഈ ഫ്രീക്വൻസി കൂട്ടണമെങ്കിൽ
ആക്ച്വലി ഈ ലൗഡ്നെസ്സും ഫ്രീക്വൻസി റിലേഷൻ ഇല്ല, ബട്ട് ഈക്വേഷന് കാണാതെ പഠിക്കാൻ. സി ഫോർ ദ ഈ നമുക്ക് ഇങ്ങനെ പറയാം, സൗണ്ട് കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടും. സോ ഫ്രീക്വൻസി കൂടണമെങ്കിൽ താഴെ ഡിനോമിനേറ്ററിൽ പ്ലസ് വരണോ മൈനസ് വരണോ? മൈനസ് വരണം. ദാറ്റ് ഈസ് വി മൈനസ് വി എസ്. കറക്റ്റ് അല്ലേ? ഇൻറ്റു എഫ് നോട്ട്. ഇനി ഈ കേസിൽ നോക്കിക്കോ, സോഴ്സ് അങ്ങോട്ടേക്ക് പോവാണ്. സോഴ്സ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അല്ലെ പെർസീവ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ത് ചെയ്യണം? കുറയണം. ദാറ്റ് മീൻസ് സൗണ്ട് കുറയും, ഫ്രീക്വൻസി കുറയണം അല്ലേ? അങ്ങനെ പറയുമ്പോൾ നമുക്കെന്താ പറയാം, താഴെ എന്ത് വരും? ഡിനോമിനേറ്റർ കൂടുതലല്ലേ വേണ്ടത്? സോ വി പ്ലസ് വി എസ് ഇൻറ്റു എഫ് നോട്ട്. കറക്റ്റ് അല്ലേ? എൻസൈഡ് നോക്കിക്കോ. യെസ്, നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു വീഡിയോ സിംപിളി ആ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രോബ്ലം ഡോപ്ലർ എഫക്റ്റിൽ എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും. എന്താണ് ആ ഫോർമുല? യെസ്, ഫ്രീക്വൻസി പെർസീവ്ഡ് എഫ് ഇസ് ഈക്വൽ ടു വി പ്ലസ് ഓർ മൈനസ് വി ഒ ഡിവൈഡഡ് ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ് ഇൻറ്റു എഫ് നോട്ട്. എഫ് നോട്ട് എന്താണ്? F naught is frequency observed by observer, frequency perceived by observer if both observer and source are stationary. ഒന്നാമത്തെ കേസിൽ സോഴ്സ് മൂവിങ് ബട്ട് ഒബ്സർവർ സ്റ്റേഷനറി. നമ്മൾ സോൾവ് ചെയ്തു അല്ലെ? ഒബ്സർവർ സോഴ്സ്. ഒന്നാമത്തെ കേസിൽ സോഴ്സ് ഇങ്ങോട്ട് വരുന്നു, ഒബ്സർവർ സോഴ്സ് അങ്ങോട്ടേക്ക് പോകുന്നു. സോ എഫ് ഈസ് ഈക്വൽ ടു വി. സോ മുകളിൽ ഒബ്സർവർ സ്റ്റേഷനറി ആണ്, സോ വി ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ കേസിൽ വി മൈനസ് വി എസ് അല്ല വെക്കേണ്ടത്? യെസ്, ഇൻറ്റു എഫ് നോട്ട്. രണ്ടാമത്തെ കേസിലോ എഫ് ഇസ് ഈക്വൽ ടു വി ബൈ വി പ്ലസ് വി എസ് ഇൻറ്റു എഫ് നോട്ട്. കറക്റ്റ് അല്ലേ? യെസ്, നോക്കിക്കോ, കോംപ്ലിക്കേറ്റ് ആക്കിയോ? യെസ്, സോ ന്യൂ ഇസ് ഈക്വൽ ടു വി plus or minus VO divided by V plus or minus VS into F naught. Correct അല്ലേ? യെസ്. ഇവിടെ ആക്ച്വലി V എന്താണ്? V is നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി യെസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എല്ലാ ക്വറീസും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. We have a rocket is moving at a speed of 200 meters per second towards a stationary target. Okay. Okay, ഇതാണ് സപ്പോസ് റോക്കറ്റ്. ഓക്കെ, റോക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടുവേർഡ്സ് എ സ്റ്റേഷനറി ടാർഗറ്റ്. ടാർഗറ്റ് മീൻസ് ഒബ്സർവർ സ്റ്റേഷനറി ആണ്. ഇതാണ് എന്ത്? റോക്കറ്റ് ആണ് നമ്മളെ സോഴ്സ്. എസ്, മൂവ് ചെയ്യുന്ന സ്പീഡ് 200 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് ആണ്, അങ്ങോട്ട് ഒബ്സർവറിന്റെ അടുത്തോട്ടേക്കാണ് മൂവിങ്. വൈൽ മൂവിങ് ഇറ്റ് എമിറ്റ്സ് എ വേവ് ഓഫ് ഫ്രീക്വൻസി 1000 ഹെർട്സ്. സം ഓഫ് ദ സൗണ്ട് റീച്ചിങ് ദ ടാർഗറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ റോക്കറ്റ് ആസ് എൻ എക്കോ. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് ആസ് ഡിറ്റക്റ്റഡ് ബൈ ദ ടാർഗറ്റ്. സോ സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാണ്? റോക്കറ്റിന് രണ്ടാളും സ്റ്റേഷനറി ആണെങ്കിൽ ഒബ്സർവർ കേൾക്കുന്ന ഫ്രീക്വൻസി എന്തായിരിക്കുമായിരുന്നു? F0 ഈസ് 1000 ഹെർട്സ്. ഇനി ഈ കേസിൽ 200 മീറ്റർ പെർ സെക്കൻഡിൽ ഒബ്സർവർ അടുത്തോട്ടേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് ഒബ്സർവർ പെർസീവ് ചെയ്യുന്ന അല്ലെ, കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് ആസ് ഡിറ്റക്റ്റഡ് ബൈ ടാർഗറ്റ്. ടാർഗറ്റ് ഇവിടെ എന്താണ്? ഒബ്സർവർ. എത്രയായിരിക്കും? നമ്മളെ മെയിൻ ഇക്വേഷൻ എന്ത് ചെയ്യുക, അതോടെ എടുത്തല്ല. എന്താ നമ്മൾ ഇക്വേഷൻ എന്താണ്? F is equal to അല്ലെ, നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യാം. വി പ്ലസ് ഓർ മൈനസ്, മുകളിൽ വി ഒ വരണം, അത് ഓർമ്മിക്കുക. വി പ്ലസ് ഓർ മൈനസ് വി എസ് ഇൻറ്റു എഫ്. കറക്റ്റ് അല്ലേടാ? യെസ്. ഈ വി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 330. ദാറ്റ് ഈസ് 330 മീൻസ് വെലോസിറ്റി ഓഫ് സൗണ്ട്. ഓക്കെ, അതെല്ലാത്തിലും കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി ഓഫ് സൗണ്ട് 330. അതെല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, വി എല്ലാ കേസിലും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അവിടെ നമ്മൾ വി എല്ലാ കേസിലും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് വെലോസിറ്റി ഓഫ് സൗണ്ട് ആണത്. വെലോസിറ്റി ഓഫ് സൗണ്ട് വരുന്നത് 330 മീറ്റർ പെർ സെക്കൻഡ്. എല്ലാ കേസിലും 330 എടുത്താൽ മതി.
ഇനി ഈ കേസിൽ എന്താണ്? ഈ കേസിൽ ഒബ്സർവറുടെ സ്റ്റേഷനിലാണ്, സോഴ്സ് ഒബ്സർവറിന്റെ അടുത്തോട്ടേക്ക് മൂവ് ചെയ്യാണ്. നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡീകോഡ് ചെയ്യാൻ പോവാണ്. സോ ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ടത് എഫ് ഈസ് ഈക്വൽ ടു ഒബ്സർവർ സ്റ്റേഷനറി ആണല്ലോ, സോ വി ഒ 0 ആയിപ്പോയി. വി പ്ലസ് ഓർ മൈനസ് വി എസ്. ഈ പ്ലസ് ഓർ മൈനസ് ഒന്നും ഇവിടെ പ്ലസ് വെക്കണോ മൈനസ് വെക്കണോ? പ്ലസ് വെക്കണോ മൈനസ് വെക്കണോ? അവരാണ് രണ്ടാമത്തെ ചോദ്യം അല്ലെ. പ്ലസ് വെക്കണോ മൈനസ് വെക്കണോ? നോക്കിക്കോ, ഒബ്സർവറിന്റെ അടുത്തോട്ടേക്കല്ലേ സോഴ്സ് വരുന്നത്. സോ ലൗഡ്നെസ് കൂടുതലല്ലേ, സൗണ്ട് കൂടുതലായിട്ടല്ലേ അതിന് പെർസീവ് ചെയ്യാൻ പറ്റുക. ഫ്രീക്വൻസി കൂടുതലായിട്ട് പെർസീവ് ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസി കൂടുതലായിട്ട്, ഞാൻ സ്റ്റിൽ പറയുന്നത് ഫ്രീക്വൻസി ലൗഡ്നെസ് റിലേഷൻ ഇല്ലേ, ബട്ട് സ്റ്റിൽ ഇക്വേഷന് എളുപ്പാൻ വേണ്ടി. സോ അടുത്ത് വരുമ്പോൾ ഫ്രീക്വൻസി കൂടുതലായിട്ട് അനുഭവപ്പെടണം. സോ ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? കുറയണം. സോ വി മൈനസ് വി എസ് ഇൻറ്റു വി എഫ് ഒ. നമുക്ക് എല്ലാ വാല്യൂസും അറിയാലോ. എഫ് ഒ എന്താണ് ഈ കേസിൽ? 1000. വി എല്ലാ കേസിലും എന്താണ്? വെലോസിറ്റി ഓഫ് സൗണ്ട് 330. കറക്റ്റ് അല്ലേ? ഇനി വെലോസിറ്റി ഓഫ് സോഴ്സ് ദാറ്റ് ഈസ് റോക്കറ്റ് ഇവിടെ 200. സോ നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു 330 ഡിവൈഡഡ് ബൈ 330 മൈനസ് 200 ഇൻറ്റു 1000 ദാറ്റ് ഈസ് 10⁻³ അല്ലേ? സോ നമ്മൾ സോൾവ് ചെയ്താൽ എഫ് ഈസ് ഈക്വൽ ടു 330 ഡിവൈഡഡ് ബൈ 330 200 കുറച്ചാൽ എത്ര കിട്ടും? 130 ഇൻറ്റു 10⁻³ സോ ഒരു 10⁻² ആയി മാറി. ഇനി നമുക്ക് എങ്ങനെ കിട്ടും? 330 ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു 100 2639. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റുമല്ലേ? പറ്റൂലേ? യെസ്. നമുക്ക് എന്താണ് സോൾവ് ചെയ്യേണ്ടത്? 330 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 30 ഇസ് 2538. ഇതാണ് വരുന്നത് 2538.46. ഒബ്വിയസ്ലി 1000-നേക്കാളും കൂടുതലല്ലേ വരേണ്ടത്? 2538. നോക്കിക്കോ, 2538.46. ഓക്കെ, NCERT അപ്രോക്സ് ചെയ്തിട്ട് NCERT എത്രയാണ് പറയുന്നത്? 2540 അല്ലേ? നമ്മൾ ആൻസർ കറക്റ്റ് അല്ലേ? ആൻസർ കറക്റ്റ് ആണ്. നമ്മൾ ഫോർമുലയും കറക്റ്റ് ആണ്, ആൻസറും കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, 2538, NCERT 2540. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കി. രണ്ടാമത്തെ പാർട്ട് എന്താണ്? അതും വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് കോൺസെപ്റ്റ് നോക്കിയാൽ മതി. The frequency of the echo as detected by the rocket. Some of the sound reaching the target gets reflected back to the rocket as an echo. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് നമ്മള് റോക്കറ്റ് ഉണ്ട്. റോക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് 200 മീറ്റർ പെർ സെക്കൻഡ്. ഒബ്സർവർ. സോ ഇപ്പൊ ഒബ്സർവർ കേൾക്കുന്ന ഫ്രീക്വൻസി എത്രയാണ്? ഒബ്സർവർ കേൾക്കുന്ന ഫ്രീക്വൻസി 2540 എടുക്കാം. NCERT കൊടുത്ത് NCERT അപ്രോക്സിമേറ്റ് ചെയ്ത് 2540 ഹെർട്സ് അല്ലെ? ഓക്കെ, അപ്പൊ ഒബ്സർവർ കേൾക്കുന്ന ഫ്രീക്വൻസി 2540, 2540 ഹെർട്സ് ആണ്. സോ ഇത് ഓക്കെ, NCERT ലൈൻസ് നോക്കൂ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? സം ഓഫ് ദ സൗണ്ട് റീച്ചിങ് ദ ടാർഗറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ റോക്കറ്റ്. സോ ചില സൗണ്ട് ഇവിടെ തട്ടിയിട്ട്, അതായത് ഈ തട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സോ അത് റോക്കറ്റിന് എത്രയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, എത്രയായിട്ട് പെർസീവ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ ആരാണ് സോഴ്സ് ആയി മാറുന്നത്? ഇവിടെ ഒബ്സർവർ. എക്കോന്റെ കേസിൽ വരുമ്പോ ഇവിടെ ആരായി മാറി? ഒബ്സർവർ എന്തായി? ഇപ്പം സോഴ്സ് ആയി. ഓക്കെ, റോക്കറ്റ് എന്തായി മാറി? ഇപ്പം ഒബ്സർവർ ആയി. ഓക്കെ, ഇനി ഒബ്സർവർ എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്തായി മാറും? 2540. നമ്മളെ ഇക്വേഷൻ നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഇക്വേഷൻ എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു വി പ്ലസ് ഓർ മൈനസ് വി നോട്ട് വി ഒ ഡിവൈഡഡ് ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോരുത്. വി ഒ മോഡിൽ വി എസ് അടി എഫ് നോട്ട്. കറക്റ്റ് അല്ലേ? യെസ്. ഇവിടെ എഫ് നോട്ട് എന്ത് വരും? 2540 ഹെർട്സ്. വി ഈസ് ഓൾവേസ് 330. ഇവിടെ ആരാണ് മൂവ് ചെയ്യുന്നത്? ഒബ്സർവർ ആണ് മൂവ് ചെയ്യുന്നത്. സോ വി ഒ ഈസ് ഹൗ മച്ച്? 200. വി എസ് ഇവിടെ 0. ഇനി ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യണം? ഈ കേസിന് വേണ്ടി ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യും?
നോക്കിക്കോ, എഫ് ഇസ് ഈക്വൽ ടു വി. ഓക്കെ, അടിയില് എന്താണ് വി മാത്രം, കാരണം സോഴ്സ് എന്താണ് സ്റ്റേഷനറി അല്ലെ, സോഴ്സ് സ്റ്റേഷനറിയാണ്. ഒബ്സർവർ അല്ലെ, ഒബ്സർവർ സോഴ്സിന്റെ അടുത്തോട്ടേക്ക് വരികയല്ലേ, ഒബ്സർവർ സോഴ്സിന്റെ അടുത്തോട്ടേക്ക് വരികയല്ലേ, സോ ഫ്രീക്വൻസി കൂടുതലേക്ക് കേൾക്കണ്ടേ, സോ വി പ്ലസ് വി. നമ്മൾ ഇക്വേഷനിൽ നമ്മൾ എല്ലാ വാല്യൂസും കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. സോ വി വരുന്നത് 330 പ്ലസ് വി ഒ 200 ഡിവൈഡഡ് ബൈ 330 ഇൻറ്റു 2540. ഒന്നും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതടാ, 530 ഡിവൈഡഡ് ബൈ 330 ഇൻറ്റു 2540 കട്ടായി. 53 ഡിവൈഡഡ് ബൈ 33 ഇൻറ്റു 2540. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. സോ എന്താണ് 53 ഇൻറ്റു 2540 ഡിവൈഡഡ് ബൈ 33, 4079.39. 4079. Yes, that is how much? 4080 hertz. So ഈ ഫോർമുല കാണാതെ ഓർമ്മിക്കുക. F is equal to V plus or minus V naught divided by V plus or minus Vs into F naught. Okay, yes. So നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, so F is equal to V plus or minus V naught divided by V plus or minus Vs into F naught. F naught രണ്ടാലും സ്റ്റേഷനറി ആയി കേൾക്കുന്ന ഫ്രീക്വൻസി, V വെലോസിറ്റി ഓഫ് സൗണ്ട് 330 മീറ്റർ പെർ സെക്കൻഡ് ഓൾവേസ്. ഇനി പ്ലസ് ഓർ മൈനസ് പ്ലസ് ആണോ മൈനസ് ആണോ തീരുമാനിക്കുന്നതല്ല, നമ്മൾ നോക്കുക ക്വസ്റ്റ്യനിൽ ആരാണ് മൂവ് ചെയ്യുന്നത് അല്ലെ, അടുത്ത് വരുമ്പോൾ ഫ്രീക്വൻസി കൂടുതലായിട്ട് കിട്ടണം. ഇതാണ് കോൺസെപ്റ്റ്, ഇതാണ് ഇക്വേഷന്റെ കോൺസെപ്റ്റ്. യെസ്, നമുക്ക് ഇവിടെ നല്ലൊരു ചോദ്യമുണ്ട്. ചോദ്യം ഡോപ്ലർ എഫക്ട് തന്നെ ചോദ്യം ചെയ്യാം, അതുകൊണ്ട് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, we have a train standing at the outer signal of a railway station blows a whistle of frequency 400 hertz in still air. ട്രെയിൻ എന്ത് ചെയ്യാണ്, 400 hertz സൗണ്ട് എമിറ്റ് ചെയ്തു. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വിസിൽ ഫോർ എ പ്ലാറ്റ്ഫോം ഒബ്സർവർ? വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വിസിൽ ഫോർ എ പ്ലാറ്റ്ഫോം? ഓക്കെ, സോ ഇവിടെ എഫ് നോട്ട്, ട്രെയിൻ സിംപിളി ബ്ലോ ചെയ്യുന്ന വിസിൽ അല്ലെ, എത്രയാണ് അതിന്റെ ഫ്രീക്വൻസി? എഫ് നോട്ട് എത്രയാണ്? എഫ് നോട്ട് ഈസ് ഗിവൺ. എഫ് നോട്ട് എത്രയാണ് വരുന്നത്? എഫ് നോട്ട് ഈസ് 400 hertz. എഫ് നോട്ട് കിട്ടി, എല്ലാ കേസിലും അതായിരിക്കും അല്ലെ. ഇനി ഒന്നാമത്തെ സിനാരിയോ എന്താണ്? ഒന്നാമത്തെ സിനാരിയോ, വാട്ട് ഈസ് ഫ്രീക്വൻസി വിസിൽ ഫോർ എ പ്ലാറ്റ്ഫോം ഒബ്സർവർ? ഓക്കെ, എല്ലാ കേസിലും ഒബ്സർവർ പ്ലാറ്റ്ഫോമിലാണ് ഒബ്സർവർ ഉള്ളത്. ട്രെയിൻ അപ്രോച്ചസ് ദ പ്ലാറ്റ്ഫോം വിത്ത് സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. സോ ഒബ്സർവർ ഉണ്ട് പ്ലാറ്റ്ഫോമിൽ, ട്രെയിനാണ് നമ്മുടെ സോഴ്സ്, ഒബ്സർവറിനെ അപ്രോച്ച് ചെയ്യാണ് വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, വിത്ത് സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്, വിത്ത് സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്താണ്? റെസീഡ്സ് ഫ്രം ദ പ്ലാറ്റ്ഫോം വിത്ത് സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ ഒബ്സർവർ ഇവിടെ ഉണ്ട്, ട്രെയിന് സോഴ്സ് ട്രെയിൻ ഇങ്ങോട്ടേക്ക്, അതായത് പ്ലാറ്റ്ഫോം കടന്നു പോയി, എത്ര സ്പീഡില്? റെസീഡ്സ് ഫ്രം ദ പ്ലാറ്റ്ഫോം വിത്ത് സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്, സെയിം സ്പീഡ് ഉണ്ട്. ഓക്കെ, അതാണ് രണ്ടാമത്തെ കേസ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ കണ്ടീഷനിൽ 2 കേസ്. ഓക്കെ, മൂന്നാമത്തെ സിനാരിയോ എന്താണ്? മൂന്നാമത്തെ സിനാരിയോ, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ ഈച്ച് കേസ്? സ്പീഡ് ഓഫ് ദ സൗണ്ട് 330 ഓൺലി. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സ്റ്റിൽ എയർ, ഓക്കെ, ഇവിടെ 340 ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. യെസ്, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സ്റ്റിൽ എയർ ക്യാൻ ബി ടേക്കൺ ആസ് 340. സോ വെലോസിറ്റി നമ്മൾ ഇക്വേഷനിൽ വി ഇവിടെ 2 കേസിലും എന്താണ്? 340. ഒന്നും പറഞ്ഞില്ല, നമുക്ക് 330 എടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ എന്തെടുക്കണം? 330 ആണ് എടുക്കേണ്ടത്. ഇവിടെ 340. ഒന്നാമത്തെ സിനാരിയോ നോക്കി, ഒന്നാമത്തെ സിനാരിയോ എന്താണ്?
ഇതാണ് ഒന്നാമത്തെ സിനാരിയോ അല്ലേ. നമ്മൾ ഇക്വേഷൻ നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഇക്വേഷൻ എന്താണ്? എഫ് ബി പ്ലസ് ഓർ മൈനസ് വി ഒ, മേലെ വി ഒ, അടിയിൽ വി എസ് ഇൻടു എഫ് നോട്ട്. ഒന്നാമത്തെ കേസിൽ സ്റ്റേഷനറി സോഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്, ഒബ്സർവർ സ്റ്റേഷനറി ആണ്, മുകളിൽ വി മാത്രം. അടിയിൽ സോഴ്സ് അടുത്തോട്ട് വരികയാണ്, സോ ഫ്രീക്വൻസി കൂടുതലായിട്ട് ഫീൽ ചെയ്യണം, അതുകൊണ്ട് വി മൈനസ് വി എസ്, ഡിനോമിനേറ്റർ കുറയണം, ഇൻടു എഫ് നോട്ട്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കേസിൽ വരിക. രണ്ടാമത്തെ കേസിൽ ഇക്വേഷൻ കൊടുത്തു, എഫ് ഇസ് ഈക്വൽ ടു അഗെയിൻ ഒബ്സർവർ അഗെയിൻ സ്റ്റേഷനറി ആണ്, സോഴ്സ് ഒബ്സർവർ നിന്നും അകന്നു പോവുകയാണ്, ദൂരത്തേക്ക് പോവുകയാണ്, സോ ഡിനോമിനേറ്റർ കൂടണം, വി പ്ലസ് ഓർ മൈ വി പ്ലസ് വി എസ് ഇൻടു എഫ് നോട്ട് അല്ലേ. സോ ഒന്നാമത്തെ എന്ത് കിട്ടും? ഇക്വേഷനിൽ വി എത്രയാണ് ഇവിടെ? വി വരുന്നത് 340 മൈനസ് 10 ഇൻറ്റു എഫ് ഒ എത്രയായിരുന്നു? 400. എഫ് നോട്ട് ഈസ് 400. രണ്ടാമത്തെ കേസിൽ 340 ഡിവൈഡഡ് ബൈ 340 പ്ലസ് 10 ഇൻറ്റു 400. കറക്റ്റ് അല്ലേ? ഇനി ഇതെന്തായിട്ട് മാറും? 340 ഡിവൈഡഡ് ബൈ 330 ഇൻറ്റു 400 എന്തായി മാറും? 340 ഡിവൈഡഡ് ബൈ 350 ഇൻറ്റു 400. സോ നമുക്ക് രണ്ടും സോൾവ് ചെയ്യാം, എന്ത് കിട്ടും നോക്കാം. ഓക്കെ, ഒന്നാമത്തെ കേസിൽ എന്താണ് വരേണ്ടത്? ഓക്കെ, ഒന്നാമത്തെ കേസിൽ എന്താണ്? 34 അല്ലെ. നമുക്ക് 34 ഇൻറ്റു 400 ഡിവൈഡഡ് ബൈ 33, ദാറ്റ് ഈസ് 412. രണ്ടാമത്തെ കേസിൽ 34 ഇൻറ്റു 400 divided by 35, that is 388. കിട്ടിയില്ലേ? 412 ഹെർട്സ്, 388 ഹെർട്സ്. സിമ്പിൾ അല്ലേ? അതായത് സോഴ്സ് ദൂരെ പോകുമ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞു, സോഴ്സ് അടുത്തോട്ട് വരുന്നതുകൊണ്ട് ഫ്രീക്വൻസി കൂടി, 412 388. ഓക്കെ, മൂന്നാമത്തെ പാർട്ട്. ഇത് രണ്ടാമത്തെ സിനാരിയോ എന്തായിരുന്നു? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ ഈച്ച് കേസ്? സ്പീഡ് ഓഫ് ദ സൗണ്ട് മാറുമോ? ഇല്ല. സ്പീഡ് ഓഫ് ദ സൗണ്ട് വിൽ നോട്ട് ചേഞ്ച്. It will be 340 meter per second only in both the case. Okay? Yes. ഇനി അടുത്ത ചോദ്യം, അടുത്ത ഡോപ്ലർ ഇഫക്റ്റ് അല്ലേ? യെസ്, അഗൈൻ ഒരു ഡോപ്ലർ ഇഫക്റ്റ് ഒരു ചോദ്യം കൂടി ഉണ്ട്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം എറേസ് ചെയ്ത് കാണാം. ഡോപ്ലർ ഇഫക്റ്റ് ഭയങ്കര ഇതാണ്, ഭയങ്കര രസമാണ് സോൾവ് ചെയ്യാൻ. നമ്മൾ ഇക്വേഷൻ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു വി പ്ലസ് ഓർ മൈനസ് വി ഒ ഡിവൈഡഡ് ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ് ഇൻറ്റു എഫ് നോട്ട്. നോക്കിക്കോ, രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോ. എ ട്രെയിൻ സ്റ്റാൻഡിംഗ് ഇൻ എ സ്റ്റേഷൻ യാർഡ് ബ്ലോസ് എ വിസിൽ ഓഫ് ഫ്രീക്വൻസി 400 ഹെർട്സ് ഇൻ സ്റ്റിൽ എയർ. That is F naught. F naught is given 400 hertz. F naught is given കുറച്ച് മുകളിലോട്ട് എഴുതല്ലേ. F naught is given 400 hertz. Okay. അടുത്ത ക്വസ്റ്റ്യൻ ബാക്കി വായിക്കാം. The wind starts blowing in the direction from the yard to the station with a speed of 10 meter per second. Wind ഉണ്ട്. The wind starts blowing in the direction from the yard. A train standing in the station yard blows a whistle of frequency of 400 hertz in still air. The wind starts blowing in the direction from the yard to the station. Okay. The yard, ഇത് യാർഡ് ആണ്, ഇത് സ്റ്റേഷൻ ആണ്. ഇങ്ങോട്ടേക്ക് വിൻഡ് ബ്ലോ ചെയ്യുന്നുണ്ട്. വിൻഡിന്റെ സ്പീഡ് എത്രയാണ്? 10 meter per second. ഓക്കെ, അടുത്ത. വാട്ട് ആർ ദ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് സ്പീഡ് ഓഫ് സൗണ്ട് ഫോർ എൻ ഒബ്സർവർ? നമ്മളെല്ലാം കാണണം, ഫ്രീക്വൻസി കാണണം, വേവ് ലെങ്ത് കാണണം, ആൻഡ് സ്പീഡ് ഓഫ് സൗണ്ട് ഫോർ എൻ ഒബ്സർവർ സ്റ്റാൻഡിങ് ഓൺ ദ സ്റ്റേഷൻസ് പ്ലാറ്റ്ഫോം. ഒബ്സർവർ ജസ്റ്റ് എന്ത് ചെയ്യാണ്? പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യാണ്? ജസ്റ്റ് സ്റ്റാൻഡ് ചെയ്യാണ്. ഒബ്സർവർ ജസ്റ്റ് എന്ത് ചെയ്യാണ്? സ്റ്റാൻഡ് ചെയ്യാണ്. സ്റ്റേഷനറിയാണ് ഒബ്സർവർ. ഓക്കെ, ഒന്നാമത്തെ പാർട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സോ ഇവിടെ വിൻഡ് വന്നു അല്ലെ. വിൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? വിൻഡ് ഉണ്ട്. സോ വിൻഡ് വരുമ്പോൾ സിംപിളി എന്താണ് നമുക്കറിയാം? സ്പീഡ് ഓഫ് ദ സൗണ്ടിന് സ്റ്റിൽ എയർ എത്രയാണ് ഈ കേസിൽ? 340 അല്ലേ? കാരണം പ്രീവിയസ് ക്വസ്റ്റനിൽ പറഞ്ഞു സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ സ്റ്റിൽ എയർ എത്രയാണ്? 340 meter per second. ഈ വിൻഡ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? പേടിക്കേണ്ട ആവശ്യമില്ല. യാർഡിന്ന് എവിടത്തേക്ക്? സ്റ്റേഷനിലേക്ക്, അതായത് പ്ലാറ്റ്ഫോമിലേക്കല്ലേ കാറ്റടിക്കുന്നത്.
നോക്കിക്കോളി, യാർഡിന്ന് പ്ലാറ്റ്ഫോമിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കാറ്റടിക്കുന്നത്. അതായത് ട്രെയിൻ ഏത് ഡയറക്ഷനിലേക്കാണോ സൗണ്ട് കൊടുക്കുന്നത്, ഏത് ഡയറക്ഷനാണോ ഹോൺ അടിക്കുന്നത്, അതേ ഡയറക്ഷനാണ് എന്ത് പോകുന്നത്, വിൻഡിന്റെ ഡയറക്ഷൻ. സോ ഇഫക്റ്റീവ് സൗണ്ടിന്റെ സ്പീഡ് കൂടും, ദാറ്റ്സ് ഓൾ. ഇഫക്റ്റീവ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ദിസ് കേസ് എന്തായിരിക്കും, ഈ 10 എന്ത് ചെയ്യണം, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, 350 മീറ്റർ പെർ സെക്കൻഡ്. സോ നമ്മൾ ഈ കേസിൽ എടുക്കേണ്ട വി എന്തായിരിക്കും, ഈ കേസിൽ എടുക്കേണ്ട വി 350 ആൻഡ് എഫ് ഈസ് 400 ഹെർട്സ്. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് വന്നോ. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു, നമ്മൾ ഇക്വേഷൻ ഈസ് എഫ് ഈസ് ഈക്വൽ ടു വി പ്ലസ് ഓർ മൈനസ് വി ഒ ഡിവൈഡഡ് ബൈ വി പ്ലസ് ഓർ മൈനസ് വി സോഴ്സ് ഇൻറ്റു എഫ് നോട്ട്. ഇനി ഈ കേസിൽ നോക്കിക്കോ, ഒബ്സർവർ, അതായത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആള് മൂവ് ചെയ്യുന്നുണ്ടോ, മൂവ് ചെയ്യുന്നില്ല. സോ മുകളിൽ വി മാത്രം, അടിയിൽ സോഴ്സ് അടുത്തോട്ടേക്ക് വരികയല്ലേ, യെസ് യെസ്. വാട്ട് ആർ ദ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് സ്പീഡ് ഓഫ് ദ സൗണ്ട് ഫോർ ആൻ ഒബ്സർവർ സ്റ്റാൻഡിംഗ് ഓൺ ദ സ്റ്റേഷൻസ് പ്ലാറ്റ്ഫോം. ഓക്കെ, ഇവിടെ എന്താണ്, സോഴ്സും സ്റ്റേഷനറിയാണ്. ട്രെയിനും മൂവ് ചെയ്യുന്നില്ല, ട്രെയിനിൽ യാർഡിൽ എന്താണ് പിടിച്ചിട്ടിരിക്കുകയാണ്. സോ വി അപ്പോൺ വി ഇൻറ്റു എഫ് നോട്ട്. സോ ഇവിടെ എഫ് ഈസ് ഈക്വൽ ടു എഫ് നോട്ട് ഓൺലി. സോ എന്തായിരിക്കും, എത്രയായിട്ടാ കേൾക്കുക, 400 ആയിട്ട് തന്നെയാണ് കേൾക്കുക. സോ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് ഹേർഡ് ബൈ ഒബ്സർവർ എത്രയാണ് വരുന്നത്, സെയിം തന്നെയാണ് വരുന്നത്. സോ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് heard by observer will be same as 400, will be same, that is 400 hertz അല്ലേ? യെസ്. ഇനി നമുക്ക് വേവ് ലെങ്ത് എങ്ങനെ കാണാം, വേവ് ലെങ്ത് ഫ്രീക്വൻസി സ്പീഡ്, റിലേഷൻ എന്താണ്, വേവിന്റെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ. ലാംഡ കാണണമെങ്കിൽ വി അപ്പോൺ എഫ് കണ്ടാൽ മതി. ഇവിടെ വേവ് ലെങ്ത് കാണാൻ വി വരുന്നത് എന്താണ്, 340 അല്ലേ, വേവിന്റെ വെലോസിറ്റി 3 അല്ലെ, സൗണ്ട് വേവ് 340 ആണ്, ഫ്രീക്വൻസി വരുന്നത് 400. സോ 35 by 40 35 divided by 40, 0.875 മീറ്റർ. ഇതാണ് വേവ് ലെങ്ത് വരുന്നത്. എന്തൊക്കെയാണ് കാണേണ്ടത്, ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് സ്പീഡ് ഓഫ് സൗണ്ട്. ഇവിടെ തന്നെ വരുന്നത്, സ്പീഡ് ഓഫ് സൗണ്ട് ഫോർ എൻ ഒബ്സർവർ സ്റ്റാൻഡിംഗ്, സ്പീഡ് ഓഫ് സൗണ്ട് 350. ഓക്കെ, യെസ്. സോ നമ്മൾ അതെല്ലാം സോൾവ് ചെയ്തു. യെസ്. രണ്ടാമത്തെ കേസ് എന്താണ്, രണ്ടാമത്തെ കേസിലേക്ക് നമുക്ക് വരാം. സെയിം പ്രോബ്ലം, രണ്ടാമത്തെ കേസിൽ എന്താണ് വ്യത്യാസം, രണ്ടാമത്തെ കേസിലെ വ്യത്യാസം നമ്മൾ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്താണ്, രണ്ടാമത്തെ സിറ്റുവേഷനിൽ, സിനാരിയോയില് ഈ സിറ്റുവേഷൻ എക്സാക്ട് എന്നൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാം. when the air is still means എയർ മൂവ് ചെയ്യുന്നില്ല. എയർ മൂവ് ചെയ്യുന്നുണ്ടോ, ഇല്ല. എയർ ഈസ് സ്റ്റിൽ, എയർ മൂവ് ചെയ്യുന്നില്ല മീൻസ് there is no wind. Observer runs towards the yard at a speed of 10 meter per second. സ്പീഡ് ഓഫ് സൗണ്ട് സ്റ്റില്ലർ 340. ഓക്കെ, രണ്ടാമത്തെ കേസിൽ സിനാരിയോ മാറി. ഇവിടെ യാർഡിൽ ആരുണ്ട്, യാർഡിൽ നമ്മുടെ ട്രെയിൻ ഉണ്ട്, അതായത് യാർഡിൽ നമ്മുടെ സോഴ്സ് ഉണ്ട്. നമ്മൾ ഒബ്സർവർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 10 മീറ്റർ പെർ സെക്കൻഡ്, യാർഡിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട്, ഈ ട്രെയിൻ സോഴ്സ് എത്രയിലാണ് വിടുന്നത്, സൗണ്ട് 400 ഹെർട്സില്. ദർ ഈസ് നോ വിൻഡ്. ഇവിടെയുള്ള ഫ്രീക്വൻസി, വേവ് ലെങ്ത്, സ്പീഡ് ഓഫ് സൗണ്ട് എല്ലാം കാണാം. സോ സ്പീഡ് ഓഫ് സൗണ്ട് ഇവിടെ ദർ ഈസ് നോ വിൻഡ്. സോ സ്പീഡ് ഓഫ് സൗണ്ട് എത്ര തന്നെയായിരിക്കും, സ്പീഡ് ഓഫ് സൗണ്ട് സിമ്പിൾ 340 മീറ്റർ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സ്റ്റിൽ എയർ. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇനി നമുക്ക് ഫ്രീക്വൻസി കാണണ്ടേ. ഫ്രീക്വൻസി കാണാൻ നമ്മൾ ഇക്വേഷൻ ഏതാണ്, മാസ്റ്റർ ഇക്വേഷൻ ഏതാണ്, എഫ് ഈസ് ഈക്വൽ ടു വി പ്ലസ് ഓർ മൈനസ് വി ഒ ഡിവൈഡഡ് ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ് ഇൻറ്റു എഫ് നോട്ട് അല്ലേ. ഇനി ഇവിടെ സിനാരി എന്താണ്, സോഴ്സ് ഒബ്സർവർ ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതും സോഴ്സിന് അടുത്തോട്ടേക്ക്. സോ ന്യൂമറേറ്റർ കൂടണം. സോ വി പ്ലസ് വി ഒ, അടിയിൽ വി മാത്രം, സോഴ്സ് മൂവ് ചെയ്യുന്നില്ല, ഇൻറ്റു എഫ് നോട്ട് അല്ലേ. ഇവിടെ എഫ് നോട്ട് എന്താണ്, 400 ഹെർട്സ്. ഇതല്ലേ ട്രെയിന് ബ്ലോ ചെയ്യുന്ന വിസിലിന്റെ ഫ്രീക്വൻസി, 400 ഹെർട്സ്.
ഇനി വി സ്റ്റിൽ എയർ അല്ലേ, വിൻഡ് ഒന്നുമില്ലല്ലോ. സോ 340 meter per second. So F comes out as 340 plus അല്ലെ, ഒബ്സർവർ 10 meter per second അടുത്തോട്ടേക്ക് വരുന്നത് ബൈ 340 into F naught 400. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും 350 divided by 340 into 400. That is ഒരു 00 കട്ട് ചെയ്താൽ നമുക്ക് 35 divided by 34 into 400. 35 divided by 34. 35 divided by 34 കിട്ടിയല്ലോ into 400. It is 411.76. 411.76 Hz. ഇത് നേരത്തെ സിനാരിയോ, നേരത്തെ നമുക്ക് എത്രയായിരുന്നു ഫ്രീക്വൻസി കിട്ടിയത്? നേരത്തെ കിട്ടിയത് 400 Hz ഓൺലി അല്ലേ. ഇവിടെ എന്താണ് വരുന്നത്? 411.76 Hz. സെയിം അല്ല, ഐഡന്റിക്കൽ അല്ല. ഇനി വേവ് ലെങ്ത് ലാംഡ എന്തായിരിക്കും? നമുക്കറിയാം വേവിന്റെ സ്പീഡ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. ലാംഡ വിൽ ബി വി അപ്പോൺ എഫ്. സോ വി അപ്പോൺ എഫ്. ഇവിടെ വി എത്രയാണ്? 340 ഓൺലി. ഫ്രീക്വൻസി 411.76. നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് വരും സോ എത്ര വരുന്നത്? 340 divided by 411.76. 0.85 വരുന്നത്. 0.85, 0.825, 0.826 മീറ്റർ. നേരത്തെ കേസിൽ 0.87 ആയിരുന്നു. വേവ് ലെങ്തും ഡിഫറെന്റ് ആണ്, ഫ്രീക്വൻസി ഡിഫറെന്റ്. ഓക്കെ, യെസ്. സോ ഇവിടെ ഒരു NCERT ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണ്? ഈസ് ദ സിറ്റുവേഷൻ എക്സാക്ട്ലി ഐഡന്റിക്കൽ? നോ, സിറ്റുവേഷൻ ഈസ് നോട്ട് ഐഡന്റിക്കൽ. ദ സിറ്റുവേഷൻ ഇൻ ദ ടു കേസസ് നമുക്ക് ഇവിടെ കൺക്ലൂഷൻ ആയിട്ട് എന്ത് പറയാൻ പറ്റും? കൺക്ലൂഷൻ ആയിട്ട് പറയാൻ പറ്റും ദ situations in the two cases are entirely different. Situations in the two cases are entirely different. വിൻഡ് വരുമ്പോ സൗണ്ട് വെലോസിറ്റി കൂട്ടിയാൽ മതി. അറ്റ് സെയിം ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ആണ് കുറക്കുക. ഓക്കെ, ഈസി അല്ലേ? ഡോപ്ലർ ഇഫക്റ്റ് ഇനി വല്ല ചോദ്യം ഉണ്ടോ? ബാക്കി നമുക്ക് സിമ്പിൾ ചോദ്യങ്ങളാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സുഖമായിട്ട് സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഡോപ്ലർ ഇഫക്റ്റ് ഒന്ന് വല്ല സൗണ്ടും വല്ല ചോദ്യം ഉണ്ടോ? യെസ്, ഒരു ചോദ്യം കൂടി നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്ത് പോലെ. We have a bat. A bat is flitting about in a cave, navigating with ultrasonic beep, okay, anything. Assume that the sound emission frequency of the bat is 400 kilohertz, 40 kilohertz. F naught is 40 kilohertz. During one fast swoop directly towards a flat wall surface, the bat is moving at 0.03 times speed of sound in air. So ഇതാണ് നമ്മൾ വി സൗണ്ട് ഇൻ എയർ. അതിന്റെ 0.03 ടൈംസ്. സോ വെലോസിറ്റി ഓഫ് ബാറ്റ് എന്താണ്? 3 divided by 100 into p. Okay. What frequency does the bat hear reflected off the wall? സിനാരിയോ എന്താണ്? ഇതാണ് നമ്മളെ വാള്, ബാറ്റ്, ഇതാണ് നമ്മളെ ബാറ്റ്. ഓക്കെ, സോ ബാറ്റ് സൗണ്ട് വിട്ടു, 440 kilohertz സൗണ്ട് വിട്ടു. സോ ഇവിടെ എന്ത് ചെയ്തു? റിഫ്ലക്ട് ചെയ്തു, തിരിച്ചു വന്നു. സോ ആദ്യം എന്ത് ചെയ്യണം? ഈ റിഫ്ലക്ട് ചെയ്ത വാൾ എന്തായിട്ട് എടുക്കണം? ഒബ്സർവർ എടുക്കണം. പിന്നെ അത് തിരിച്ച് വാളിനെ നമ്മൾ സൊസൈറ്റി വെച്ചിട്ട് ചെയ്യേണ്ടി വരും. സോ കുറച്ച് ലെങ്തി ആയിരിക്കും, ബട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ചോദ്യം. നമുക്ക് സിംപിളി നമുക്ക് സോൾവ് ചെയ്യാലോ. യെസ്, സോ സോൾവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സമയമില്ല, 2-3 മിനിറ്റ് അതിന് ബാക്കിയുള്ളൂ. സോ ആദ്യത്തെ കേസിൽ വാളിനെ ഒബ്സർവ് ആയിട്ട് എടുക്കുക. രണ്ടാമത്തെ കേസിലോ വാളിനെ എന്ത് ചെയ്യുക? സോഴ്സ് ആയിട്ട് എടുത്ത് നമുക്ക് സിംപിളി ഈ ചോദ്യം ഫിനിഷ് ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ കേസിൽ നമ്മൾ വാളിന് എന്തായി എടുക്കാണ്? സോഴ്സ് ആക്കി എടുക്കാം. വാളിന് എന്തായിട്ട് ഒബ്സർവർ ആയിട്ട്. സോ നമ്മൾ എന്താണ് ഇക്വേഷൻ? F is equal to V plus or minus VO. VO സ്റ്റേഷനറി ആണ്. V divided by V plus or minus അല്ലെ, ബാറ്റ് അടുത്തോട്ടേക്ക് വരികയാണ് അല്ലെ.
that is moving toward. Okay, toward. So moves v minus v bat. So v minus 3v upon 100. Correct alle? Into f not into f not alle? Yes. So f is equal to how much എത്ര വരും? 100 v minus 3v മുകളിൽ. So 100v upon 100v by 100v minus 3v എത്ര വരും? 100v minus 3v 97v. കറക്റ്റ് അല്ലേ? 97 into f not. ഓക്കെ, v നമുക്ക് ക്യാൻസൽ ആവാം. സോ 100 ഡിവൈഡഡ് ബൈ 97 into f not. ഓക്കെ, ഇതാണ് f ഒന്നാമത്തെ കേസിൽ. ഇനി രണ്ടാമത്തെ കേസിൽ ഈ f എന്തായിട്ട് മാറും? നമ്മള് സോഴ്സ് ഫ്രീക്വൻസി മാറും അല്ലേ? രണ്ടാമത്തെ കേസിൽ ഇവിടെ വാളുണ്ട്. സോ വാൾ ഇങ്ങോട്ടേക്ക് f വിടുകയാണ് അല്ലെ? സോ f ഡാഷ് എന്തായിരിക്കും? f ഡാഷ് രണ്ടാമത്തെ കേസിൽ നമ്മൾ f ഡാഷ് is equal to v പ്ലസ് ഓർ മൈനസ് vO. ഒബ്സർവർ ആണ് മൂവ് ചെയ്യുന്നത്, അടുത്തോട്ടേക്ക് വരികയാണ്, സൗണ്ട് കൂടും. സോ v പ്ലസ് ഓർ മൈനസ് vO ഡിവൈഡഡ് ബൈ v into f. ഓക്കെ, f. സോ v പ്ലസ് 3v upon 100 ഡിവൈഡഡ് ബൈ v into f. കറക്റ്റ് അല്ലേ? യെസ്. സോ ഇത് സോൾവ് ചെയ്താൽ എങ്ങനെ എഴുതാം? is equal to 100v, that is 103v divided by 100v into f. That is 100, sorry, that is 103 divided by 100 into f എത്രയായിരുന്നു? f is this much, 100 by 97. 100 by 97 into f naught. So 100 കട്ടായി f dash വരുന്നത് 103 divided by 97 into f naught. നോട്ട് എത്രയായിരുന്നു? f naught 40 kilohertz. So 40 kilohertz 103 divided by 97 into 40 into 10 raised to 3 അല്ലേ? 40 into 10 raised to 3. നമുക്ക് സോൾവ് ചെയ്താൽ എന്താണ് സോൾവ് ചെയ്യേണ്ടത്? സോറി, 103 into 40, okay, divided by 97. That is so much, 42.47 into 10 raised to 3. 3 kilohertz. ആക്ച്വലി പറഞ്ഞാൽ എത്രയായിരിക്കും ബാറ്റ് കേൾക്കുന്ന സൗണ്ട്? 42.47 കിലോ ഹെർട്സ്. 42.47 എവിടെ? എത്രയായിരിക്കും? 42.47 കിലോ ഹെർട്സ്. ഓക്കെ, സിമ്പിൾ ആണ്. സോ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. സോ താങ്ക് യു എവരി വൺ.